ഈമുവും ജോയ് ബോയും യഥാർത്ഥത്തിൽ ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ പിന്നെ എപ്പോഴോ അവർ ശത്രുക്കളായി മാറി. ചാപ്റ്റർ 1181 നമുക്ക് ഏകദേശം ആ ഒരു വൈബാണ് ഈമുവിന്റെ പെരുമാറ്റത്തിൽ നിന്ന് കിട്ടിയത്. കഴിഞ്ഞ ചാപ്റ്റർ എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. ലൂക്കി വേഴ്സസ് ഈമു. ആ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈമു ലൂക്കിനോട് ഒരു കാര്യം പറയുന്നത്, ഹെറൾഡ് മരിച്ചതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായത് ഈമുവിനാണെന്ന് ലൂക്കിന്റെ മുഖത്ത് നോക്കി ഈമു പച്ചയ്ക്ക് പറഞ്ഞു. സ്വന്തം അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏത് മോനെ വെറുതെ ഇരിക്കുക. ലോക്കി അപ്പം തന്നെ റാഗ്നിയർ എടുത്ത് ഈമുവിനെ അറ്റാക്ക് ചെയ്തു. ഈമു അത് തൻ്റെ ബ്ലാക്ക് ഫ്ലെയിംസ് ഉപയോഗിച്ച് തടയുന്നുമുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ടുപേരുടെയും അറ്റാക്സ് ടച്ച് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ രണ്ടുപേരും അഡ്വാൻസ് കോൺഗ്രസ് ആക്കി ഉപയോഗിക്കുന്നുണ്ട്. ഇത് എന്ത് പവറാണ് എന്ന് ലൂക്കി ചോദിക്കുമ്പോൾ ഈമു പറയുന്നത് ഇതെന്റെ മിലിറ്ററി പവറാണ് എന്നാണ്. ഈമു വീണ്ടും ആ ബ്ലാക്ക് ഫ്ലെയിം ഓമൻ ഉപയോഗിച്ച് ലൂക്കിന്റെ അത്രയും തന്നെ വലുതാവുകയാണ്. എന്നിട്ട് ഈ ബ്ലാക്ക് ഫ്ലെയിം ഉപയോഗിച്ച് തൻ്റെ വെപ്പിനെ ഒരു ഗദയായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. ലൂക്കിക്ക് തടയാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പൊ തന്നെ ഈമു ആ വെപ്പിനെ വീണ്ടും ട്രാൻസ്ഫോം ചെയ്ത് ഒരു വലിയ സോഡാക്കി മാറ്റി ലൂക്കിനെ അത് വെച്ച് കുത്തുവാണ്. ഈ സോഡിന്റെ പേര് നെമിസിസ് എന്നാണ്. ഈ സോഡ് മീഹോക്കിന്റെ യോറു പോലെ തന്നെയാണ് ഇരിക്കുന്നത്. മീഹോക്ക് ഫാൻസ് ഇതിന്റെ അർത്ഥം അറിയാലോ. മീമു ഒരു സോർട്സ്മാൻ ആണ്. മീഹോക്ക് അപ് സ്കെയിൽ. ഈ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈമു ലൂക്കിനെ തന്റെ സൈഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ലൂക്കിക്ക് ദൈവത്തിന്റെ ശക്തിയായ ഡൊമീനിയൻ തരാമെന്ന് ഈമു പറയുന്നുണ്ട്. ആദ്യം ഈ ശക്തിക്ക് വേണ്ടി സ്വയം കറപ്റ്റഡ് ആവണം. അതിനുശേഷം ഒരു കവണന്റ് അഥവാ ഒരു കരാറിന് മുമ്പിൽ അടിയറവ് വയ്ക്കണം. ഈ കറപ്ഷനിലൂടെ അവർക്ക് ഫൈനലി പവർ കിട്ടും എന്നാണ് ഈമു പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ ദൈവത്തിന്റെ പവറല്ല, മറിച്ച് ഒരു ഡെവിളുമായിട്ട് വെക്കുന്ന ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് ലൂക്കി പറയുന്നുണ്ട്. ഇത് കേട്ട് ഡെവിളും ഗോഡും തമ്മിൽ അത്ര ഡിഫറൻസ് ഉണ്ടോ എന്ന് ഈമു ലൂക്കിനോട് ചോദിക്കുകയാണ്. ലോകം മൊത്തം കൺട്രോളിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈമു പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഈമു ജോയ് ബോയിനെ ഓർക്കുന്നുണ്ട്. ഈ ഫ്ലാഷ് ബാക്കിൽ ജോയ് ബോയ് ഈമുവായിട്ട് ചിരിച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുകൊണ്ടാണ് ഈമുവും ജോയ് ബോയും ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പെട്ടെന്ന് ഈമു ഞാൻ പറഞ്ഞത് ശരിയല്ലേ ജോയ് ബോയ് എന്ന് പറഞ്ഞ് അലച്ചു പോവാണ്. അതേ സമയത്ത് ലൂഫി അവിടെ ഫുഡ് തിന്ന് ഫൈറ്റിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ പേജിൽ ലൂക്കി തന്റെ ഹാമർ ഉപയോഗിച്ച് ഈമുവിനെ ഇൻട്രസീലിലേക്ക് അടിച്ചു തെറിപ്പിക്കുകയാണ്. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ ലൂക്കി തന്റെ ഡ്രാഗൺ ഫോമിലോട്ട് മാറി ഈമുവിന്റെ അടുത്തേക്ക് ഒരു ലൈറ്റ്നിങ് ബ്ലാസ്റ്റ് വിടുകയാണ്. ഈ അറ്റാക്ക് ഈമുവിന്റെ ദേഹത്തേക്ക് പതിക്കുന്നതിന് മുമ്പ് നീ ശരിക്കും തിരിച്ചു വന്നു അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ചിരിക്കുന്ന ഈമുവിനെ കാണിച്ചാണ് ചാപ്റ്റർ തീരുന്നത്. അടുത്ത ആഴ്ച ബ്രേക്ക് ആണ്. സോ ഈ ചാപ്റ്റർ ഒരു ഹെവിലി ഈമു ഫോക്കസ്ഡ് ചാപ്റ്റർ ആണ്. ഈമു തന്റെ സ്ഥായി ഭാവങ്ങളൊക്കെ മാറി കുറച്ച് ചിരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായി മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈമുവും ജോബോയും ഒരു എനിമി റിലേഷൻ അല്ലായിരുന്നു. മോസ്റ്റ് ലൈക്ലി ഒരു ഹാഷിറാമ മാദ്ര ടൈപ്പ് റിലേഷൻ ആയെന്ന് കാണുകയായിരിക്കും രണ്ടുപേർക്കും. ഈമുവിന്റെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് ഈമുവിന് ജോയ് ബോയിനോട് ഒരു പേഴ്സണലായിട്ടൊരു വെറുപ്പുള്ള പോലെ നമുക്ക് തോന്നുന്നില്ല. രണ്ടുപേരും തമ്മിൽ ഒരു കോംപ്ലിക്കേറ്റഡ് റിലേഷൻ ആവാനാണ് ചാൻസ്. എന്തായാലും ഈ ചാപ്റ്ററിൽ അത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. അതുവരേക്കും പീസ്.